ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ബേബി പൊട്ടാറ്റോ മസാലയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി പുഴുങ്ങിയെടുക്കണം. ഇനി ഇത് ഗ്യാസ്മേൽ വെച്ചിട്ട് നമുക്ക് തീ കൊടുക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റായി വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പൊട്ടറ്റോ ആണ്, ബേബി പൊട്ടറ്റോ ആണ്. ഇത് ഞാൻ നേരത്തെ പുഴുങ്ങിയെടുത്തതാണ്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലും ചെറിയ പൊട്ടാറ്റോ കിട്ടുമെങ്കിൽ അതായിരിക്കാം ഏറ്റവും ബെറ്റർ. ഇത് കുറച്ച് വലിപ്പം കൂടിപ്പോയി, എന്നാലും ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് മറിച്ചിട്ടെടുക്കാം. പൊട്ടാറ്റോ ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി പൊരിച്ചെടുക്കണം. ഇത് വേകുമ്പോഴേക്ക് തക്കാളി ചൂടാറിയോ നോക്കാം. ചെറുതായിട്ടൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് തോലും നമുക്ക് എടുത്ത് ഒഴിവാക്കണം. അപ്പോൾ കംപ്ലീറ്റ് തൊലി ഞാൻ എടുത്ത് ഒഴിവാക്കുകയാണ്. ഇനി നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. പൊട്ടറ്റോ ഏകദേശമൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമാകുന്നവരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചെറിയ പൊട്ടാറ്റോ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പുഴുങ്ങിയതിന് ശേഷം വേണം പൊരിച്ചെടുക്കാൻ. പച്ചയിലല്ല പൊരിച്ചെടുക്കുന്നത്, പുഴുങ്ങിയതിന് ശേഷമാണ് പൊരിച്ചെടുക്കുന്നത്. മൊത്തം കോരി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ വെളിച്ചെണ്ണയിൽ നിന്ന് 2 കയ്യിലത്തെ വെളിച്ചെണ്ണ മാറ്റിയതിന് ശേഷം ഇനി അതിലേക്ക് കറാമ്പട്ടൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പട്ട, 3-4 പൂവ്, ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇവ നന്നായി വറുത്തെടുക്കണം. ഉഴുന്ന് ബ്രൗൺ നിറമാകുന്നതേ വറുത്തെടുക്കാം. അപ്പോൾ നന്നായി നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, 3 അല്ലി വെളുത്തുള്ളിയാണ് അരിഞ്ഞത്, ഇതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി നിറം ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 അല്ലി പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ചേർത്താൽ. അപ്പോൾ ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി നമുക്ക് വേവിച്ചെടുക്കണം. ഉള്ളി ഏകദേശമൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി ഇതിലേക്ക് തന്നെ പാർന്നു കൊടുക്കാം. ബാക്കി വന്നും കൂടി വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ആ മിക്സിൻ്റെ ജാറൊന്ന് ചേർത്തിട്ട് ഇതിലേക്ക് പാർന്നാണ്ടി. ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ല കളറായിരിക്കും. ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി ചേർന്ന് നന്നായി ഇളക്കിയെടുക്കണം. ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം.
ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉള്ളിത്തണ്ടാണ്. ഉള്ളിത്തണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ബേബി പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ബേബി പൊട്ടാറ്റോയും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇവയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ബേബി പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടക്കൊപ്പവും പത്തിരിക്കൊപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചില ആളുകൾ ചോറിനൊപ്പവും കഴിക്കും. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ പൊട്ടാറ്റോ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.